നമ്മളിപ്പോൾ 2021 ഇറങ്ങുന്ന സ്മാർട്ട് ഫോൺസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ട്രെൻഡാണ് കാണാൻ പറ്റുന്നത്. അതായത് ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ്സ് ഉള്ള സ്മാർട്ട് ഫോൺസാണ് ഇപ്പോൾ 2021 വന്നേക്കുന്നത്. പ്രത്യേകിച്ചും 2020 ഇറങ്ങി അതിൻ്റെ വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നൊരു ഫോണാണ് ഓപ്പോൻ്റെ Reno 5 Pro 5G. അത് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻസും ക്യാമറയൊക്കെയാണ്. അത് അതിനകത്ത് ക്യാമറയാണ് അവർ ഒരുപാട് ഹൈപ്പിട്ട് പറഞ്ഞേക്കുന്നത് മാർക്കറ്റിങ്ങിനകത്ത്. നമുക്ക് അതൊക്കെ നോക്കുന്നതിന് മുമ്പേ ആദ്യം ഈ ഫോണിലൂടെ വരുന്ന കണ്ടൻസ് നോക്കാം. അപ്പോൾ കണ്ടൻസ് നോക്കാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തന്നെ കുറച്ച് ഡോക്യുമെൻറ്റേഷനും സിം ഇജക്റ്റ് പിന്നൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കേസും കിട്ടുന്നുണ്ട്. ഇത് സാധാരണയായിട്ടുള്ളൊരു ക്ലിയർ കേസാണ്. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നൊരു കേസ് തന്നെയാണ്. അത് കഴിഞ്ഞു പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെഡ്ഫോൺ കിട്ടുന്നുണ്ട്. അത് ഈ ഹെഡ്ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഇയർപോഡ്സിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ്. പക്ഷേ നമ്മളിവിടുത്തെ കണക്ഷൻ ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ 3.5mm ജാക്ക് അല്ല വരുന്നത്. അതിന് പകരം നമുക്ക് USB-C പോയിൻ്റാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും, നമ്മുടെ ഫോണിനകത്ത് എന്തായാലും ഹെഡ്ഫോൺ ജാക്ക് കാണത്തില്ല. പിന്നുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ചാർജിങ് കേബിൾ ഉണ്ട്. ഇതെന്ന് വെച്ചാൽ USB-C to USB-A ചാർജിങ് കേബിളാണ്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ചാർജിങ് ബ്രിക്ക് കിട്ടുന്നുണ്ട്. അത് ഈ ചാർജിങ് ബ്രിക്ക് എന്ന് പറയുന്നത് നല്ല ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്ന ഒരു ബ്രിക്കാണ്. അതായത് 65 വാട്ട്സിലാണ് ഇത് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ബ്രിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ചാർജിങ് സ്പീഡിനകത്തൊന്നും ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നമ്മുടെ ഫോൺ എടുക്കാൻ നേരത്ത് ഈ ഫോണിനകത്ത് ആദ്യം തന്നെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഡിസൈനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ട് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അത് ഈ ഒരു പ്രൈസ് പോയിൻറ്റിനകത്ത് ഇങ്ങനത്തെ ഒരു ഡിസൈനുള്ള ഫോൺ നമുക്ക് കിട്ടാൻ വളരെ പാടാണ്. അത് ഇങ്ങനത്തെ ഒരു പ്രൈസ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന വേരിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് 8GB റാമും 128GB സ്റ്റോറേജാണ് വരുന്നത്. അത് ഈ വേരിയൻ്റെ പ്രൈസിങ് 35,990 ഇന്ത്യൻ റുപ്പീസാണ്. അപ്പോൾ നല്ല രീതിയിലാണ് പ്രൈസിങ് ചെയ്തേക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ ഡിസൈൻ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്രയും നല്ലൊരു ഡിസൈൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. അതായത് നമുക്ക് എവിടെ നോക്കിയാലും ഒരു പ്രശ്നം കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഡിസൈനാണ്. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ കർവ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് വരുന്നത്. അതായത് നമുക്ക് ബാക്കിലും ഗ്ലാസ് ആണ് വരുന്നത്. അത് ഈ ബാക്കിലത്തെ ഗ്ലാസിനകത്ത് ഓപ്പോൻ്റെ Reno ഗ്ലോ എന്ന് പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നമ്മളിവിടെ വാങ്ങിച്ചിരിക്കുന്ന യൂണിറ്റിന് നമുക്ക് അങ്ങനത്തെ കളർ നല്ല രീതിയിൽ എടുത്തറിയുന്ന ഒരു യൂണിറ്റ് അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്ലാക്ക് കളർ വേരിയൻ്റാണ് വാങ്ങിച്ചേക്കുന്നത്. നമുക്ക് അതിന് പകരം ഇപ്പോൾ ബ്ലൂ കളറുണ്ട്, ആസ്ട്രൽ ബ്ലൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗ്ലോ എഫക്റ്റ് കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. അത് തന്നെ ഇവിടെ ഈ ബ്ലാക്ക് കളർ നോക്കാൻ നേരത്ത് നമുക്ക് ഇതിനകത്ത് നമുക്ക് ഫിംഗർ പ്രിൻറ്റ്സ് ഒക്കെ അറിയാൻ പറ്റുന്നുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ ഒരു മാറ്റ് ടെക്സ്ചർ അല്ല, അതിന് പകരം ഒരു ഗ്ലോസി ഫിനിഷ് വരുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ എന്നാലും നല്ല രീതിയിൽ തന്നെ കയ്യിൽ നിൽക്കുന്ന ഒരു ഫോണാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള ഡിസൈനാണ്. അതിനകത്ത് വേറെ കാര്യം കൂടെ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് ഇതിനകത്തുള്ള തിക്നെസ് നോക്കാൻ നേരത്ത് 7.6mm തിക്നെസ് മാത്രമേ ഉള്ളൂ. അത് വളരെ കനം കുറഞ്ഞ ഫോണാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വെയിറ്റ് നോക്കാൻ നേരത്ത് 173 ഗ്രാംസേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിലൊക്കെ ഓപ്പോ നല്ല രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ ഗ്ലാസും ഈ സൈഡ് ഫ്രെയിമും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നോക്കാൻ നേരത്ത് തന്നെ അവിടെ ഒന്നും ഒരു തരത്തിലുള്ള ഗ്യാപ്പോ അല്ലെങ്കിൽ ഫോൺ വളയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒന്നും കാണുന്നില്ലായിരുന്നു. അത് ഈ ഫ്രെയിമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മെറ്റൽ ഫ്രെയിം എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നമ്മൾ പിടിക്കുന്ന സമയത്ത് ഇതിനൊരു മെറ്റൽ ഫീൽ ഒന്നും ഇല്ലായിരുന്നു. അതായത് ചെറിയൊരു പ്ലാസ്റ്റിക് ഫീൽ കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു തരത്തിലും എനിക്ക് ഡിസൈനകത്ത് ഒരു കംപ്ലയിൻറ്റും പറയാനില്ല. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഡിസൈൻ വളരെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസൈനാണ്. പിന്നെ ഇവിടെ ക്യാമറ മോഡ്യൂൾ നോക്കാൻ നേരത്ത് തന്നെ നല്ല രീതിയിലാണ് വന്നേക്കുന്നത്. ഒരു റെക്ടാങ്കിൾ പോർഷനകത്താണ് ക്യാമറ മോഡ്യൂൾ നിൽക്കുന്നത്. പക്ഷേ ക്യാമറ മോഡ്യൂൾ കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുവാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫോൺ ഏതൊരു മേശപ്പുറത്തൊക്കെ വെക്കാൻ നേരത്ത് ഈ ക്യാമറ അതിനകത്ത് കോൺടാക്റ്റ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൽ നമ്മളിപ്പോൾ ഒരു കേസ് ഇട്ട് അത് മാറാനേ ഉള്ളൂ. അതും ഈ ഫോണിനകത്ത് കനം ഒരുപാട് കുറവായതുകൊണ്ട് തന്നെ കേസ് ഇട്ട് ഉപയോഗിക്കുമ്പോഴും ഒരു ബുദ്ധിമുട്ട് വരുത്തില്ല. പിന്നെ ഇവിടുത്തെ പോർട്ട് നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. കാരണം നമ്മൾ ഹെഡ്ഫോൺ ജാക്കി കണ്ടതാണ്. USB-C ചാർജിങ് പോർട്ട് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് സ്പീക്കറുകളിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സിം ട്രേയും വരുന്നുണ്ട്. അത് ഈ സിം ട്രേക്കകത്ത് നമുക്ക് 2 നാനോ സിം മാത്രമേ ഇടാൻ പറ്റൂ. അതായത് നമുക്ക് ഈ സിം ട്രേക്കകത്ത് എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഓപ്ഷൻ ഒന്നും വരുന്നില്ല. അതായത് ഈ ഫോണിനകത്ത് അങ്ങനെ എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഓപ്ഷൻ ഇല്ല. പക്ഷേ 128GB സ്റ്റോറേജ് എനിക്ക് അത്യാവശ്യമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് എനിക്കതൊരു പ്രശ്നമായിട്ട് പറയാനില്ല. പക്ഷേ ഇവിടെ പ്രശ്നമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്പീക്കറാണ്. കാരണം ഈ അടി കാണുന്ന ഈ ഗ്രില്ല് മാത്രമാണ് സ്പീക്കർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ പീസ് സ്പീക്കർ അല്ല. അതുകൊണ്ട് തന്നെ സ്പീക്കറിനകത്ത് ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ലോണം ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കറായിരുന്നു. പക്ഷേ നമുക്ക് ലൗഡ്നെസ് ഒരുപാട് കിട്ടത്തില്ല. അത് മാത്രമല്ല നമ്മളിപ്പം വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴൊക്കെ ഈ സ്പീക്കർ കവറായി കഴിഞ്ഞാൽ ഓഡിയോ എക്സ്പീരിയൻസ് മോശമായി മാറും. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഹെഡ്ഫോൺ ഉപയോഗിച്ചത് മാറ്റാവുന്നേ ഉള്ളൂ. അത് നമുക്കിവിടെ മീഡിയ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിനകത്ത് ഈ ഒരു സൗണ്ട് ഔട്ട്പുട്ടിനകത്ത് ഇങ്ങനെ ചെറിയ പ്രശ്നം വരുമെങ്കിൽ പോലും നമുക്കിവിടുത്തെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി വെച്ച് പറയുവാണെങ്കിൽ ഏറ്റവും നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അതുകൊടുത്തെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു 6.55 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. അത് ഇതൊരു AMOLED പാനലാണ്. 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു പാനലാണ്. അത് ഇതിൻ്റെ റെസൊല്യൂഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് 2400x1080 ആണ് കിട്ടുന്നത്. അതായത് നമുക്കൊരു ഫുൾ HD പാനൽ വരുന്നുണ്ട്. അത് ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി 402 ppi ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 800 nits വരെ പോകുന്നുണ്ട്. അത് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്ക് ഒരു അർത്ഥത്തിൽ ഒരു കംപ്ലയിൻറ്റും പറയില്ല. പെർഫെക്റ്റ് ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ വെളിയിൽ വെച്ച് ഉപയോഗിക്കണം, നല്ല വെയിലുള്ള ഒരു ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ് ആവുന്നുണ്ട്. കളേഴ്സൊക്കെ നല്ലോണം എടുത്ത് പോകുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു പാനൽ തന്നെയാണ്. അതായത് വ്യൂയിങ് ആംഗിൾസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഓപ്പോ പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 3D ബോർഡർലെസ് സെൻസ് സ്ക്രീൻ എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ സൈഡ് നോക്കാൻ നേരത്ത്
കർവ്ഡ് ആയിട്ടിരിക്കുന്ന സൈഡാണ്. അപ്പോൾ അങ്ങോട്ടത്തേക്ക് കുറച്ച് ഡിസ്പ്ലേ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൈഡിനകത്ത് ചെറിയൊരു പ്രശ്നം ചില സമയത്ത് വരാം. നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന സമയത്തോ ലൈറ്റ് അടിക്കാൻ നേരത്ത് അവിടെ ചെറിയൊരു പ്രശ്നം വരാം. പക്ഷേ എന്നാലും അല്ലാതെ മൊത്തത്തിൽ പറയാൻ നേരത്ത് നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഈ സൈഡിനകത്ത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും ടച്ച് ഇഷ്യൂസ് വരുമോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നില്ലായിരുന്നു. അത് നമ്മളിവിടെ ഇത്ര നോക്കിയ കാര്യത്തിനകത്ത്, അതായത് നമ്മുടെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഡിസ്പ്ലേ ഒക്കെ പറയുകയാണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതും ഡിസൈനകത്തിന് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇവിടുത്തെ ബട്ടൺസിനകത്ത് പോലും നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. അത് ഈ ഡിസ്പ്ലേക്കകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഡിസ്പ്ലേക്കകത്താണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് വരുന്നത്. അതായത് ഇവിടെ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് തന്നിരിക്കുന്നത്. അതും നല്ലൊരെണ്ണമാണ്, നല്ല സ്പീഡുണ്ട്, നല്ല അക്യുറസി ഉണ്ട്. അത് നമ്മൾ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അൺലോക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ആ കാര്യവും കൊള്ളാൻ തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെ പുറമെ ഇവിടെ നമുക്ക് ഈ ഫോണിനകത്ത് അറിയേണ്ടതായിട്ടുള്ള വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഓപ്പോ ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വന്നിരുന്ന പ്രൊസർ എന്തോ നിങ്ങൾക്ക് അറിയണമെന്ന് വലിയ താല്പര്യം കാണും. അതോ ആ പ്രൊസറിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം കാണും. അതോട് ഉപയോഗിച്ചിരുന്ന പ്രൊസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ അല്ല, അതിന് പകരം മീഡിയടെക് ആണ്. പക്ഷേ മീഡിയടെക്കിൻ്റെ പുതിയ ഡിമെൻസിറ്റി 1000+ എന്ന് പറഞ്ഞ പ്രൊസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് ഹൈപ്പ് കിട്ടിയ ഒരെണ്ണമാണ്. അത് ഈ പ്രൊസർ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയ ഒരെണ്ണം തന്നെയാണ്. അതായത് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിനകത്ത് നല്ല പെർഫോമൻസ് വന്നേക്കുന്ന ഒരു പ്രൊസറാണ് ഈ പുതിയ മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 1000+ എന്ന് പറയുന്നത്. ഇതൊരു 7 നാനോമീറ്റർ പ്രൊസറാണ്. അത് ഒരു ഒക്ടോകോ പ്രൊസറാണ്. അതുകൊടുത്ത് GPU എന്ന് പറയുന്നത് മൈലി G77 ആണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രൊസറിൻ്റെ മൊത്തമുള്ളൊരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെർഫോമൻസ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. നമുക്കിവിടെ ഗീക്ക്മെന്റ് സ്കോർ നോക്കാൻ നേരത്ത് സിംഗിൾ കോർ സ്കോർ എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കരമൊന്നുമല്ല. പക്ഷേ മൾട്ടി കോർ സ്കോർ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ 865 സീരീസിലൊക്കെ ഒപ്പം നിൽക്കുന്ന രീതിയിലാണ് മൾട്ടി കോർ സ്കോർ വരുന്നത്. അതുകൂടെ നമ്മുടെ യൂസർ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അത് നമ്മളിപ്പോൾ സാധാരണമായ കാര്യങ്ങളായി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ബ്രൗസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അയക്കുക, കോൾ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റാണ്. അത് മാത്രമല്ല നമുക്ക് UI കൂടെയൊക്കെ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാം വളരെ പെട്ടെന്ന് തന്നെയാണ് വർക്ക് ആവുന്നത്. അതിന് ഒരു കാരണം എന്ന് പറയുന്നത് ഈ 90 Hz റിഫ്രഷ് റേറ്റ് ആയിരിക്കും. കാരണം അങ്ങനെ കൂടെ വന്നേക്കുന്നതുകൊണ്ട് തന്നെ നമുക്കെല്ലാം നല്ല കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് രീതി വരും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഗെയിമിംഗ് കളിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഗെയിമിംഗ് സമയത്തും നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് വന്നേക്കുന്നത്. അതായത് നമുക്ക് ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ വളരെ കുറവാണ്. അത് മാത്രമല്ല നമുക്ക് ലാഗ് ഒന്നും ഗെയിമിൻ്റെ ഇടയിൽ വെച്ച് കാണാൻ പറ്റത്തില്ല. പിന്നെ നമ്മളിപ്പോൾ ഒരു മണിക്കൂറോളം ഗെയിമിംഗ് ചെയ്താൽ പോലും ഫോൺ അധികം ചൂടാവുന്നില്ലായിരുന്നു. അതിവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം മീഡിയടെക്കിനകത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് മീഡിയടെക് പ്രൊസർ പെട്ടെന്ന് ചൂടാവുന്ന ഒരെണ്ണമാണ്. പക്ഷേ നമുക്ക് ഇവിടുത്തെ ഈ പുതിയ ഡിമെൻസിറ്റി 1000+ എന്ന് പറയുന്നത് അങ്ങനെ അധികം ചൂടാവുന്ന ഒരു പ്രൊസറല്ല. പിന്നെ ഇവിടെ നമുക്ക് 8GB റാം വരുന്നുണ്ട്. റാം മാനേജ്മെൻറ്റ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. ഒരു 7-8 ആപ്പൊക്കെ മെമ്മറിയിൽ ഓപ്പണായി കിടക്കുന്നുണ്ടായിരുന്നു. അതും വേറെ കാര്യം കൂടെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് ലോഡിംഗ് ടൈമും ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ച് തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അതായത് നമുക്കിപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു തരത്തിലും ഒരു പ്രശ്നങ്ങളും കാണാനില്ലായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ ഈ ഡിമെൻസിറ്റി 1000+ന് കിട്ടുന്ന വേറെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്ത് 5G സപ്പോർട്ട് ഉണ്ട്. അതായത് നമുക്ക് ഈ Oppo Reno5 Pro എന്ന് പറഞ്ഞ ഫോണിൻ്റെ പേരിനകത്ത് തന്നെ ഉണ്ട് 5G ഫോണാണ്. അത് നമുക്കിവിടെ 5G സപ്പോർട്ട് കിട്ടുന്ന ഒരു ഫോണാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലും ഈ ഫോൺ എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ പ്രൂഫ് ആയ ഒരു ഫോണാണ്. അപ്പോൾ നമുക്ക് 5G ലോഞ്ച് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് 5G ഇതിനകത്ത് സപ്പോർട്ട് ഉണ്ട്. അത് നമുക്ക് ഇതിനകത്ത് മില്ലിമീറ്റർ വേവ് ഇല്ല, അതിന് ഒരു sub-6 5G സപ്പോർട്ടാണ്. പക്ഷേ എന്നാലും അതുള്ളതെന്ന് പറയുന്നത് നമുക്കൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ നമ്മളോട് ഇപ്പോൾ യൂസർ എക്സ്പീരിയൻസ് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ ഒന്ന് നോക്കാം. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയാൻ നേരത്ത് ഇവിടെ Android 11 ആണ് വന്നേക്കുന്നത്. അതായത് Android 11 വെച്ച് തന്നെയാണ് ഈ ഫോൺ ലോഞ്ച് ആക്കുന്നത്. അതും ഇതിന് ഇപ്പോഴത്തെ OS എന്ന് പറയുന്നത് Android 11 ആണെങ്കിലും കളർ OS 11.1 എന്ന് പറഞ്ഞ സ്കിന്നകത്താണ് ചെയ്തേക്കുന്നത്. അത് ഓപ്പോൻ്റെ സ്കിൻ തന്നെയാണ്. അത് മാത്രമല്ല ഇവിടുത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് നോക്കുവാണെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ കാര്യത്തിനകത്തും ഓപ്പോ ഇപ്പോൾ നല്ലൊരു തുടക്കമാണ് ഈ ഫോണിനകത്ത് തന്നേക്കുന്നത്. അപ്പം ആ അർത്ഥത്തിലും ഓപ്പോ കറക്റ്റായിട്ട് തന്നെ ഈ ഫോണിനകത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഫോണിനകത്ത് ഓപ്പോ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കൊടുത്തേക്കുന്നത് ഇതൊന്നുമല്ല, അതിന് പകരം ഇതിൻ്റെ ക്യാമറ സിസ്റ്റമാണ്. ഓപ്പോ പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ക്യാമറ സിസ്റ്റം എന്നാണ്. അതും ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറ സിസ്റ്റം എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അതെന്ന് പറയുന്നത് ഇച്ചിരി മാർക്കറ്റിംഗ് ഹൈപ്പ് കൂടിപ്പോയാണൊക്കെയാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് ബാക്കിൽ നോക്കാൻ നേരത്ത് 4 ക്യാമറ വരുന്നുണ്ട്. പക്ഷേ നമുക്കിതിനകത്ത് 2 ക്യാമറ മാത്രമേ ഉള്ളൂ ഗുണകരമായ ക്യാമറ എന്ന് പറയുന്നത്. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് മെയിൻ ക്യാമറയാണ്. അതൊരു 64 MP ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f1.7 ആണ്. ഇതൊരു വൈഡ് ആംഗിൾ ക്യാമറയാണ്. പിന്നുള്ളത് ഒരു 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f2.2 ആണ്. ഇതിനകത്ത് നമുക്ക് 115 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ആണ് കിട്ടുന്നത്. പിന്നുള്ള അവസാനത്തെ 2 ക്യാമറ ഞാൻ ഒട്ടും ഗുണമുള്ള ക്യാമറ ആയിട്ട് പറയുന്നില്ല. നമുക്ക് ചുമ്മാ ഇവിടെ 4 ക്യാമറ എന്നുള്ള കാര്യം കാണിക്കാൻ വേണ്ടി മാത്രം തന്നേക്കുവാണ്. അത് രണ്ടും 2 MP ക്യാമറയാണ്. അതിൻ്റെ രണ്ടിൻ്റെ ആപ്പച്ചർ f2.4 ആണ്. അതിനകത്ത് ഒന്നെന്ന് പറഞ്ഞാൽ മാക്രോ ക്യാമറയും മറ്റേത് ഡെപ്ത് ക്യാമറയാണ്. അതിവിടെ നമുക്ക് ഈ മാക്രോ ക്യാമറ എടുക്കുന്ന ഷോട്ട്സ് ഒക്കെ നോക്കാൻ നേരത്തെ തന്നെ ഒരു ക്വാളിറ്റി ഇല്ല. ചുമ്മാ നമുക്ക് മാക്രോ ഷോട്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി നല്ലതെന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ക്യാമറ ഉപയോഗിച്ച് സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്തിട്ട് സൂം ചെയ്ത് നോക്കുന്നതാണ്. അതുകൊണ്ട് മെയിൻ ക്യാമറ എടുക്കുന്ന ഫോട്ടോസ് നോക്കുവാണെങ്കിൽ ലൈറ്റ് കുറഞ്ഞ സിറ്റുവേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ലൈറ്റ് നല്ലോണം ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ AI മോഡ് ഓൺ ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എടുക്കാൻ നേരത്ത് കുറച്ചും കൂടെ സാച്ചുറേഷൻ കൂടി അല്ലെങ്കിൽ കളേഴ്സൊക്കെ കുറച്ചും കൂടെ എടുത്ത് നിൽക്കുന്ന രീതിയിലാക്കി ഫോട്ടോസ് ആക്കുന്നേ ഉള്ളൂ. അതായത് ഒരു എഡിറ്റഡ് ഫോട്ടോ കണക്ക് വരും. അത് ഓഫ് ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ അപ്പോഴും നല്ല കോൺട്രാസ്റ്റും കളേഴ്സും കൂടി നിൽക്കുകയാണ്. പക്ഷേ എന്നാലും നല്ല ക്വാളിറ്റിയിലാണ് വന്നേക്കുന്നത്.
പിന്നെ നൈറ്റ് മോഡ് ഇട്ട് നമുക്ക് ഒരു ഇരുട്ടുള്ള സിറ്റുവേഷനകത്ത് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ലൈറ്റിംഗ് കൂട്ടാനും പറ്റുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വെച്ചെടുക്കുന്ന ഷോട്ട്സ് ആയാൽ പോലും അങ്ങനെ തന്നെയാണ് വരുന്നത്. അത് നമ്മൾ ഈ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോസ് നല്ല ലൈറ്റിംഗ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം തിരക്കില്ലാത്ത ഫോട്ടോസാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫോട്ടോയുടെ കാര്യം പറയാൻ നേരത്ത് നമുക്ക് ഈ രണ്ട് ക്യാമറ, ഈ മെയിൻ ക്യാമറയും ഈ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോസ് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ്. അത് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിനകത്ത് എനിക്ക് അങ്ങനെ ക്യാമറയ്ക്കകത്ത് ഫോട്ടോ എടുക്കുന്ന കാര്യത്തിനകത്ത് ഒരു കുഴപ്പവും പറയില്ല. പിന്നെ വീഡിയോയ്ക്കകത്ത് ഇവിടെ ഒരുപാട് ഹൈപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഹൈപ്പിനൊപ്പം നിൽക്കുന്ന ഒരു വീഡിയോ ക്യാമറ അല്ല ഈ ബാക്കിൽ കിട്ടിയിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ AI മോഡ് ഇട്ട് എടുക്കുവാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് ആ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുവാണ്. കളറിനകത്തും സാച്ചുറേഷനകത്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തി കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് മാറ്റും. പക്ഷേ ആ സ്റ്റെബിലൈസേഷൻ പ്രോപ്പർ അല്ല. പക്ഷേ എന്നാലും ക്വാളിറ്റിക്കകത്ത് അങ്ങനെ അധികം ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ ഒരു 36,000 റേഞ്ച് എടുക്കുവാണെങ്കിൽ ഇതിനെക്കാട്ടിയും ബെറ്റർ വീഡിയോ എടുക്കുന്ന ഒരുപാട് ഫോൺസ് ഉണ്ട്. പ്രത്യേകിച്ചും ഐഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനൊപ്പം നിൽക്കത്തില്ല. ഇവിടെ നമുക്ക് രാത്രി അല്ലെങ്കിൽ ഇരുട്ടുള്ള സമയത്തൊക്കെ വീഡിയോ എടുക്കാൻ നേരത്ത് ചെറിയൊരു ഹൈലൈറ്റ് കിട്ടും. പക്ഷേ എന്നാലും അങ്ങനത്തെ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് വീഡിയോ ക്യാമറ ബെസ്റ്റായിട്ട് വരുത്തില്ല. അതായത് ഇവിടുത്തെ ഹാർഡ്വെയർ എന്ന് പറയുന്നത് അത്രയും സപ്പോർട്ടിങ് അല്ല. അതുകൊണ്ടാകാം. പിന്നെ ഇവിടെ സോഫ്റ്റ്വെയർ വഴിയാണ് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ എനിക്കിത് ഓഫ് ചെയ്ത് എടുക്കുന്നതിന് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കാരണം നമുക്ക് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസാണ് കിട്ടുന്നത്. അതും ഇവിടുത്തെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിനകത്ത് തന്നെ നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 4K 30 FPS ആണ്. പിന്നെ നമ്മൾ 1080p എടുക്കുകയാണെങ്കിൽ നമുക്ക് 60 FPS വീഡിയോസ് എടുക്കാൻ പറ്റും. നമ്മൾ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുവാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് ഒരു 32 മെഗാ പിക്സൽ ക്യാമറയാണ്. അത് ഈ ഫ്രണ്ട് ക്യാമറയുടെ ആപ്പർച്ചർ എന്ന് പറഞ്ഞാൽ f2.4 ആണ്. അത് ഈ ക്യാമറ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1080p 30 FPS ആണ്. അവിടുത്തെ വീഡിയോ നോക്കാൻ നേരത്തെ ഇതിനകത്തും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്കകത്ത് സ്റ്റെബിലൈസേഷൻ കുഴപ്പമില്ല. നമുക്ക് തിരക്കില്ലാത്ത ക്വാളിറ്റി തന്നെയാണ് വീഡിയോ വന്നേക്കുന്നത്. പക്ഷേ ഈ ഫ്രണ്ട് ക്യാമറ എടുക്കുന്ന ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ വളരെ ക്വാളിറ്റി കുറഞ്ഞ ഫോട്ടോസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എഡിറ്റിംഗ് അല്ലെങ്കിൽ ഒരുപാട് പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ബ്യൂട്ടി മോഡെല്ലാം ഓഫ് ചെയ്തിട്ട് ഫോട്ടോ എടുത്താൽ പോലും എനിക്ക് അങ്ങനെ സ്കിൻ ടോണൊന്നും അധികം ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് എക്സ്പോഷർ കൂട്ടിയ സെൽഫീസ് എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫ്രണ്ട് ക്യാമറയുടെ സെൽഫീസ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബാക്ക് ക്യാമറയ്ക്കകത്ത് ഈ മെയിൻ ക്യാമറ അതുപോലെ തന്നെ ഈ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ എടുക്കുന്ന ഫോട്ടോസ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഹൈപ്പിന് പറ്റിയൊരു ക്യാമറ സിസ്റ്റം ആണെന്ന് പറഞ്ഞാൽ അല്ല. പക്ഷേ എന്നാലും നമുക്ക് നല്ലൊരു ക്യാമറ സിസ്റ്റം തന്നെയാണ്. ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഫോട്ടോ എടുക്കുന്ന കാര്യത്തിനകത്ത്, അതായത് ബാക്ക് ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസിൻ്റെ കാര്യത്തിനകത്ത് നല്ലൊരു സ്ട്രോങ് ക്യാമറ സിസ്റ്റം തന്നെയാണ്. പിന്നെ വീഡിയോസിനകത്തും നമുക്ക് നല്ല രീതിയിൽ അല്ലെങ്കിലും തിരക്കില്ലാതെ വന്നിരിക്കുന്ന ഒരു ക്യാമറ സിസ്റ്റമാണ്. പിന്നെ നമ്മൾ ഈ ഫോണിൻ്റെ ബാറ്ററിയിലേക്ക് വരുവാണെങ്കിൽ ഈ ഫോണിനകത്ത് വന്നിരിക്കുന്ന ബാറ്ററി അത്യാവശ്യം വലിയൊരു ബാറ്ററിയാണ്. അതായത് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 4350 mAh ആണ്. പക്ഷേ ഇത് ഒറ്റ സെല്ലല്ല, അതിന് രണ്ടായിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിന് കാരണമുണ്ട്. ഇവിടെ ഫാസ്റ്റ് ചാർജിങ് 65 വാട്ട്സ് ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നതുകൊണ്ടാണ്. അവിടുത്തെ ബാറ്ററിയുടെ ബാക്കപ്പ് പറയാൻ നേരത്ത് എനിക്ക് അത്യാവശ്യം നല്ലോണം ബാറ്ററി ബാക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത് നല്ല ഹെവി യൂസിനകത്ത് ഇപ്പോൾ നമ്മൾ മാക്സിമം ബ്രൈറ്റ്നസ് ഒക്കെ ഇട്ട് ഒരുപാട് ഗെയിമിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പോലും ഒരു 6 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ഇപ്പോൾ ഫോണിൻ്റെ ബാറ്ററി തീർന്നാൽ പോലും നമുക്ക് ചാർജ് ചെയ്യുന്ന സ്പീഡ് എന്ന് വെച്ചാൽ വളരെ പെട്ടെന്നാണ്. നമുക്ക് 0 to 100 ആക്കണമെങ്കിൽ ഒരു 30 മിനിറ്റോളം മതി. അപ്പോൾ അതെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ചാർജ് ആയി കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററിക്കകത്ത് എനിക്കൊരു കംപ്ലയിൻറ്റ് പറയില്ല. പക്ഷേ ഇവിടെ നമുക്ക് വാട്ടർ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ നമുക്കിവിടെ വയർലെസ് ചാർജിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അത് രണ്ടും ഇവിടെ മിസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത്. എന്നാൽ ഇവിടെ വേറെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ബ്ലൂടൂത്ത് വേർഷനൊക്കെ നോക്കുകയാണെങ്കിൽ അത് 5.1 ആണ് വന്നേക്കുന്നത്. പിന്നെ വൈഫൈ വേർഷൻ നോക്കുകയാണെങ്കിൽ വൈഫൈ 6 ആണ് വന്നേക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ സെൻസേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അതും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുന്ന യൂണിറ്റിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് NFC സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ അതൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ അർത്ഥത്തിലും ഈ ഫോൺ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത് എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല പെർഫെക്റ്റ് രീതിയിലുള്ള ഡിസൈനും അതുപോലെ തന്നെ നല്ല ഡിസ്പ്ലേ, അതായത് നമുക്കിവിടെ ഒരു ഹോൾ പഞ്ച് ക്യാമറ വന്നിട്ട് പോലും ആ ഏരിയയിലൊന്നും ക്വാളിറ്റിക്കകത്ത് പ്രശ്നങ്ങൾ വരുത്താത്ത നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡിസ്പ്ലേയും നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം തിരക്കില്ലാത്തൊരു ക്യാമറ സിസ്റ്റം കൂടെ വരുന്നൊരു ഫോണാണ് ഈ Oppo Reno5 Pro 5G. അത് ഈ ഫോൺ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് ടാഗിനകത്ത് എനിക്ക് നല്ലോണം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഫോൺ തന്നെയാണ്. അതായത് ഈ ഒരു പ്രൈസിങ്ങിനകത്ത് ഇത്രയും നല്ല ഡിസൈനുള്ള ഫോൺസ് നമുക്ക് കിട്ടാൻ പാടാണ്. പ്രത്യേകിച്ചും ആൻഡ്രോയിഡ് ഫോൺസ് നോക്കാൻ നേരത്ത് അതും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നല്ലോണം വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത് ഈ Oppo Reno5 Pro 5G എന്ന് പറഞ്ഞ ഫോൺ എന്തായാലും നല്ലൊരു ചോയ്സ് തന്നെയാണ്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അത് കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.